ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മെയ് 16 നടന്ന അസിസ്റ്റൻറ്റ് കമ്പൈലർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? തന്നിരിക്കുന്നത് കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓക്കെ, കുളച്ചൽ യുദ്ധം നടന്നിരിക്കുന്നത് എപ്പോഴാണ്? കുളച്ചൽ യുദ്ധം 1741 അല്ലേ? 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നിരിക്കുന്നത്. കുണ്ടറ വിളംബരം 1809 ആറ്റിങ്ങൽ കലാപം 1721, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ആൻസർ ബി ആണ് കറക്റ്റ്. 3, 1, 4, 2. ആദ്യം വരുന്നത് 3 ആറ്റിങ്ങൽ കലാപം 1721, ഒന്നാമത്തത് കുളച്ചൽ യുദ്ധം 1741, 4 ശ്രീരംഗപട്ടണം ഉടമ്പടി 1792, രണ്ടാമത്തെ ഏതാണ്? കുണ്ടറ വിളംബരം 1709. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരാണ്? തോമസ് പെയിൻ ആണല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ ആണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവം ആരാണ്? വോൾട്ടെയർ ആണ്. ഫ്രഞ്ച് വിപ്ലവം വോൾട്ടെയർ ആണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ ആണ്. ഇനി റഷ്യൻ വിപ്ലവം ആരാണ്? റഷ്യൻ വിപ്ലവം ട്രോട്സ്കി. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ എ ആണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ എ ആണ് വരുന്നത്. ഇനി 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. അല്ല, എവിടെയാണ്? മീററ്റിലാണ് അല്ലേ? മീററ്റിലാണ് ആരംഭിച്ചത്. അപ്പോൾ അത് തെറ്റാണ്. ഒന്നാമത്തത് തെറ്റാണ്. രണ്ടാമത്തത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. യെസ്, കറക്റ്റാണ്. മൂന്നാമത്തത് ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അത് തെറ്റാണ്. ഓക്കെ, ഇനി നാലാമത്തത് 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ്. കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, വാർഷിക ബജറ്റ് പതിവ് കണക്ക് ശരിയാണ്. 1950 ജനുവരി 3 തൃപ്പടിദാനം നടത്തി. ഇത് തെറ്റാണല്ലേ? തൃപ്പടിദാനം എപ്പോഴാണ്? 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത്, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അത് ശരിയാണ് അല്ലേ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ആയത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് തെറ്റ്. 2 മാത്രമാണ് തെറ്റ്. അടുത്തത് വായിച്ചു നോക്കാം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. അതും കറക്റ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ് ആണ് കറക്റ്റ് ആൻസർ. ബി ആണ് ആൻസർ. ഇനി ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ, അത് താപീയ മധ്യരേഖയാണ് ആൻസർ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിബുലേഖ് ചുരമാണ്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5ലാണ്. ഓക്കെ, 5ലാണ്. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് സോർസനാണ്. 2023 രാജസ്ഥാനിൽ പുതിയതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം സോർസനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന നോക്കുക. അതിൽ നബാർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. ഓക്കെ, കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ശരിയാണല്ലേ? കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ശരിയാണ്. ആസ്ഥാനം മുംബൈ ആണ്. നബാർഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. 1982 സ്ഥാപിച്ചത്. എല്ലാം ശരിയാണ്.
അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതാണ്? 1966 to 69 പ്ലാൻ ഹോളിഡേ. 66 to 69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. വെട്ടിക്കളഞ്ഞു. നരസിംഹറാവുവാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഓക്കെ, ഇതൊന്നുകൂടി ചെയ്തു തരാം. നരസിംഹറാവുവാണ്, മുംബൈയാണ്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത അല്ലാത്തത് നോക്കാം. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി, അത് തെറ്റാണ്. ഓക്കെ, സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ളത് നോക്കുക. ഒന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ സി ഇല്ല, ബാക്കിയുള്ളതിൽ ഒന്നുണ്ട്. ഇനി യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം കറക്റ്റാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. രാഷ്ട്രീയപരമായ വിധേയത്വം, അത് തെറ്റാണല്ലേ. രാഷ്ട്രീയപരമായ വിധേയത്വം അതും ഇല്ല. അപ്പോൾ ആൻസർ ഡി ആണ് ആൻസർ. 1, 3 ആണ് ശരി. 16 ഡി ആണ്. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. 18 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? അത് രണ്ടാം വായനയിലാണ്. വായനയ്ക്ക് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. 19 ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? നോക്കാം. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ. ശരിയാണല്ലേ? ശരിയായ വസ്തുതകൾ നോക്കണം. യെസ്, ശരിയാണ്. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അധികാരം ഉള്ളൂ. 1 ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നിലനിൽക്കുക. കറക്റ്റാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുണ്ടാകും. ഇല്ല, അത് തെറ്റാണ്. 3 തെറ്റാണ്. 4 പോലീസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് 1ഉം 2ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. ഇനി പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. തെറ്റാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. തെറ്റാണ്. 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും. തെറ്റാണ്. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. കറക്റ്റാണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. ഓക്കെ, സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. അടുത്തത് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? നോക്കാം. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. ശരിയാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. അതും കറക്റ്റാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളതില്ല. ഇവയൊന്നുമല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിനു വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ എ ആണ്. ആർട്ടിക്കിൾ 14 നിയമത്തിനു മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. എ. ഇനി ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? അപ്പോൾ 1ാമത്തതിൽ വരുന്നത് ഉൽപ്പാദകരാണ്. 2ാമത്തതിൽ വരുന്നത് പ്രാഥമിക ഉപഭോക്താക്കളാണ്. ആൻസർ ഡി ആണ്, പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ പെടാത്തത് ജീൻ ബാങ്കുകളാണ്. ബാക്കി കമ്മ്യൂണിറ്റി റിസർവ്, വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകളൊക്കെ ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നതാണ്. ജീൻ ബാങ്കുകൾ എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിളാണ്. ഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിൻ്റെ പേര് അത് ഹെപ്പാരിനാണ്. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണനാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അത് അഡിഷനാണ്. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡിഷനാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കൊഹിഷനാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ് ആൻസർ. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, ഡി അത് തെറ്റാണ്. 11.2 km/s ആണ്. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവണയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായിട്ട് ഇറക്കിയ നാലാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ഇനി ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാണ്? സിങ്ക് ഓക്സൈഡ് ആണ്. സി ആണ് ആൻസർ. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ് കപട സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ഇവിടെ മെർക്കുറി തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി. ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിയിട്ട് അത് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തണം. ബോയിൽസ് നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. 36A ആണ് ആൻസർ. ബോയിൽസ് നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹം അത് നിയോഡിമിയമാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് നിയോഡിമിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 38 അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ശരിയാണ്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാ അംഗമായിരുന്നു. ശരിയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. അത് തെറ്റാണ്. കണ്ണമ്മൂലയിൽ ജനിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത അത് പി ടി ഉഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കഥാപാത്രവും നോവലും. സേതു കാലം ശരിയാണ്. രവി ഖസാക്കിന്റെ ഇതിഹാസം. സുഹറ എൻ്റെ ഉപ്പുപക്കരാനുണ്ടാർന്ന് അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റ്. പപ്പു ഓടയിൽ നിന്ന് എന്നത് ശരിയാണ്. അപ്പോൾ സി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നോക്കുക. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത മൈക്കൽ ആഞ്ചലോൻ്റെ കലാസൃഷ്ടിയാണ് പിയാത്ത. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ, റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. 43 സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം വിൻഡോസ് ആണ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. ശരിയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ശരിയാണ്. ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. അതില്ല, അത് തെറ്റാണ്. അപ്പോൾ സി 1ഉം 2ഉം ആണ് ശരി. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് ഗേറ്റ്വേ. 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് ഗേറ്റ്വേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഏതാണ്? സർക്കുലറുകളുണ്ട്, കോൺട്രാക്റ്റുകളുണ്ട്, ലോഗ് ബുക്കുകളുണ്ട്. അപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? വിവരാവകാശമാണ് രാഹുൽ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? നോക്കാം. ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം അല്ല, തെറ്റാണ്. ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ബി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇരയായ കുട്ടിയുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മാത്രം തെറ്റാണ്. കുട്ടികളുടെ മേൽ നിയന്ത്രണമുള്ള വ്യക്തികളതും തെറ്റാണ്. ബി ആണ് ആൻസർ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഭാര്യയും ഭർത്താവും വരാം, രക്തബന്ധമുള്ള വ്യക്തികൾ വരാം, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ വരാം, മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ് ആൻസർ തന്നിരിക്കുന്നത്.